Guys, welcome to the Las Vegas of Georgia. Welcome to Batumi. എന്താടേ ഇത്ര സുന്ദരിയായ ഭാര്യ കിട്ടിയിട്ട് ഒരു അഹങ്കാരം ഇല്ലാത്ത? ഞാനും സുന്ദരനാണെന്ന് എല്ലാരും എവിടെ ഒന്നിച്ചു പോയാലും എല്ലാ ഗേൾസും എന്നെ അടുത്താ വന്ന്. Hi guys, welcome to our new vlog. This is the Las Vegas of Georgia and this place is called Batumi. Priya, എങ്ങനെയുണ്ട് ബാട്ടുമി? കണ്ടിട്ടില്ല, ഇപ്പൊ തുടക്കമായതേ ഉള്ളൂ. പക്ഷെ ബാട്ടുമി കണ്ടിടത്തോളം ഭയങ്കര ഒരു ന്യൂയോർക്ക് ഫീലിംഗ് ഒക്കെ പോലെ ഉണ്ട്. അത് എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. സോ ആക്ച്വലി ഈ ബാട്ടുമി എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ സിറ്റിയാണ്. സോ കോസ്റ്റൽ സിറ്റി പണ്ട് ഓബിയസ്ലി ഇറ്റ് ബി പോർട്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദേ ആക്ച്വലി പ്ലാൻ ടു മേക്ക് ദിസ് ലൈക്ക് ലോസ് വേഗസ്. അതിന്റെ ഒരു മോഡലാണ്. സോ സാമ്പിൾ വെടിക്കെട്ടല്ല, മിക്കവാറും അതുപോലെ ആവും. സാമ്പിൾ അല്ലാതെ ആവും. കാരണം എന്താ പറയുക, അത്രയും പൈസയാണ് ഇവിടെ ഇറക്കുന്നത്. ഇവിടുന്ന് ടർക്കി ബോർഡറിലേക്ക് 20 കിലോമീറ്ററേ ഉള്ളൂ. കൂടുതൽ ടർക്കിഷ് ആൾക്കാരും വരും. അതുപോലെ തന്നെ അർമേനിയയിൽ നിന്നും വരും. അർമേനിയയിൽ നിന്ന് ഇവിടെ വന്ന് ബീച്ചും അതൊക്കെ എൻജോയ് ചെയ്യാൻ കാണും. സോ ഇവിടെ നല്ല ബീച്ചസ് ഉണ്ട്, ബൊളിവാർഡ് ഉണ്ട്, സ്ക്വയേഴ്സ് ഉണ്ട്. നമ്മുടെ യൂറോപ്പിൽ കാണുന്ന പോലെ സ്ക്വയേഴ്സ് ഉണ്ട്, പാർക്സ് ഉണ്ട്. ഇറ്റ്സ് എ പ്രോപ്പർ മാൻമെയ്ഡ് ടൂറിസ്റ്റ് ടൗൺ റിസോർട്ടാണ്. സോ നേച്ചറും അങ്ങനെയൊക്കെ വേണ്ടവർക്ക് ബാട്ടുമി സിറ്റി സെൻറ്ററിൽ ഒന്നുമില്ല. ഇവിടുന്ന് മാറിയ കുറച്ച് ഹൈക്കൊക്കെ ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇഫ് യു ലവ് ലൈക്ക് ദിസ് ടൂറിസ്റ്റ് റിസോർട്ട് ടൗൺസ്, മെയിൻ തിങ് ഗാംബ്ലിംഗ്. അതും കൂടെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം മാതിരി കാസിനോസും ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിൻസും നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്ന വാട്ട് ഇസ് ബാട്ടുമി എന്നായിരിക്കും. സോ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇത് ബാട്ടുമി ബൊളിവാർഡ് ആണ്. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയ. ഇവരുടെ ഈ ഒരു കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ പ്രിയ, 7 kilometers ഓഫ് ബീച്ച് സൈഡ് ഇതുപോലെ വാക്ക് വേ ആണ് അവർ ചെയ്യാൻ പോകുന്നത്. 7 kilometers. ആൻഡ് അതിന്റെ സറൗണ്ടിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചുറ്റും കണ്ട യു ഹാവ് ദിസ് മെറീഡിയൻ, റാഡിസൺ, ഹിൽട്ടൺ. ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി, നമ്മൾ ഇന്ത്യ കാണാത്ത പോലത്തെ ഹോട്ടൽസ് നമ്മൾ ഒരിക്കലും, കാരണം ടിബ്ലിസിലൊന്നും അങ്ങനെ കണ്ട് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റേ 78 നില, 90 നില, എന്തോരം മാരിയറ്റ്സാ. ഇതേ കുറെ ടൂറിസ്റ്റും വരുന്നുണ്ട് ഇവിടെ. ഭയങ്കര, അതിനെ ഒരു ഫ്ലോറിൽ 71 റൂംസ് ആണ്. അങ്ങനെ 52 ഫ്ലോർസ് ഉണ്ട്. അതിന്റെ അറ്റം വരെ കാണണമെങ്കിൽ നിലത്ത് കിടന്നിട്ട് വേണം കാണാൻ, അല്ലെങ്കിൽ കഴുത്ത് അത്രയും പൊക്കത്തിൽ പോവില്ല, പടകില്ല. ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൺസ്ട്രക്ഷൻ ആണ്. കാരണം അത്രയും അധികം പുതിയ പുതിയ സാധനങ്ങളാണ് ഇവർ പണിയുന്നത്. ഇവിടുന്ന് ടിബ്ലിസി വരെ അവരൊരു ഹൈ സ്പീഡ് ഹൈവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം കണ്ട ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജപ്പാനിലൊക്കെ കാണില്ല പ്രിയ, ബാംബു ഫോറസ്റ്റ്. വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ തൊട്ട് സൈഡിൽ ഒരു ജാപ്പനീസ് പാർക്കും ഉണ്ട്. ചിലപ്പോ അതിന്റെ ഭാഗമായിരിക്കും ഇത്. ഇഷ്ടംമാതിരി പാർക്സും ഓപ്പൺ എയർ ഏരിയ, കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ്. അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ ബൊളിവാർഡ് കിടക്കുന്നത് കണ്ട ഇറ്റ്സ് സോ വെൽ മെയിൻറ്റെയിൻ. ആക്ച്വലി യൂറോപ്പിലൊക്കെ കോമ്പറ്റീഷൻ തരുന്ന രീതിയിലാണ് ഈ ബൊളിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സമ്മേഴ്സ് ആകുമ്പോ ഇവിടെ ഫുൾ വൈബ് ആയിരിക്കും. ഇത് നോക്ക് പ്രിയ, എന്ത് ഭംഗിയല്ലേ. ഇതുപോലെ നമ്മൾ യൂറോപ്പിൽ സ്പെയിനിൽ ഒന്നും കണ്ടിട്ടില്ല കേട്ടാ, ഇത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്ത ബൊളിവാർഡ്. അവര് അതുപോലെ ചെടി വെട്ടിയിട്ട് ഇങ്ങനത്തെ ലൈറ്റ് പോലെ ഇരിക്കുന്നു, ഡ്രസ് പോലെ ഇട്ടിരിക്കുക. ഇത് കിടക്കുന്ന അവരിങ്ങനെ തന്നെ 7 കിലോമീറ്റർ ചെയ്യുന്നു. ആലോചിച്ച് കടൽ തീരത്തൂടെ ഫുൾ 7 kilometers. പിന്നെ ലോകത്തെ എവിടെ ചിലപ്പോ കാണില്ല. ഏതോ നല്ല ഫോട്ടോ നോക്കട്ടെ. ആരത്? എന്താടേ ഇത്ര സുന്ദരിയായ ഭാര്യ കിട്ടിയിട്ട് ഒരു അഹങ്കാരം ഇല്ലാത്ത? ഞാനും സുന്ദരനാണെന്ന്.
നമ്മളെല്ലാരും എവിടെ ഒന്നിച്ചു പോയാലും എല്ലാ ഗേൾസും എന്റെ അടുത്താ വന്ന് തള്ളി തള്ളി അങ്ങ് തള്ളു ഒരു തള്ളലങ്ങ് പൂ വരെ തന്നിട്ടുണ്ട്. ഓ മമ്മി ഡാഡി അല്ല പൂ തരുന്ന വീട് കൊറിയ പോയപ്പോ വായിലും ഭക്ഷണം വെച്ച് തന്നില്ലേ? ഭക്ഷണം വെച്ച് വന്നു. ആ എന്നിട്ട് അവർ എന്റെ അടുത്ത് വന്നിരുന്നു. ഓ പുള്ളിപാട് നോക്ക് പ്രിയ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഫുൾ സൈക്ലിംഗ് ലൈൻ ആണ്. സോ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ നമുക്ക് സൈക്കിൾ ചെയ്യാം. സൈക്കിൾ ചെയ്യാം, വാക്കിംഗ് അപ്പുറത്ത് അല്ല വാക്കിംഗ് ഇപ്പുറത്ത്. ദേ ഇത് വാക്കിംഗ് ട്രാക്ക്. ഷോ ഇത് ഒരു സംഭവം മാറും കേട്ടാ. അങ്ങ് അറ്റത്തൊരു ഡെക്ക് പോലെ കടലിന്റെ അറ്റത്ത്. സ്കൂട്ടർ സൈക്കിൾ കൊണ്ടുവരായിരുന്നു അല്ലേ? ഏതോ സ്കൂട്ടർ പെട്ടി ഓടിക്കും. ഇവിടെ മാത്രം ഓടിക്കാനായിട്ട് എന്തിനാ? അപ്പൊ നമുക്ക് അറ്റത്ത് പോയി കടലിൽ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. വാ. ദേ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കണ്ടോ. അവർക്ക് ആക്ച്വലി കോസ്റ്റ് ലൈൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ബീച്ച് അത്ര യൂസബിൾ അല്ല, ഫുൾ സ്റ്റോൺസും പെബിൾസും അല്ലേ. നമ്മൾ കൊറേ കണ്ടില്ലേ പെബിൾ ബീച്ച്, ആ ഒരു ഫീലിംഗ് ആ വരുന്നത്. പക്ഷെ ഇവിടെ നിന്നുള്ള സംഭവം നോക്ക്, വാട്ട് ദേ ഹാവ് മേഡ് ദ സിറ്റി ഇൻ ടു. ഓ എന്തിനാ സെക്കാവും, നമ്മളിൽ കയറ് വാ. ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻസ് വരുവാണ്. വേറെ ലെവൽ ഹോട്ടൽസ് ആയിരിക്കും. കംപ്ലീറ്റ് ഒരു സ്ട്രിപ്പ് പോലെ, ഈ ലാസ് വേഗസ് സ്ട്രിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. അതൊരു മാരിയറ്റിന്റെ ഹോട്ടലാണ് കണ്ട. അതുപോലെ ആയിരിക്കും ബാട്ടൂമി ഫ്യൂച്ചറിൽ. ആക്ച്വലി പല സ്ക്വയേഴ്സ് ഉണ്ട് ബാട്ടൂമിയിൽ. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവർ പറയുന്നത് ഈ തിയേറ്റർ സ്ക്വയർ ആണ്. സോ ഇത് മറ്റേ തിയേറ്റർ വർക്ക്സ് ഒക്കെ നടക്കുന്ന, തിയേറ്റർ ആർട്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. നോക്ക് പ്രിയ, ഇത് ബാക്കിൽ കാണുന്ന ബാട്ടൂമി തിയേറ്ററാ, ആ കാണുന്ന ബിൽഡിംഗ്. സോ ഇതായിരിക്കും ഡ്രാമാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതും ഒരു സ്ക്വയർ ആണ്. സോ ലൈറ്റ്സ്, സമ്മർ ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് എത്രയോ ബെഞ്ചസ് ഉണ്ട്, തിയേറ്റർ, ഫുഡ് സ്റ്റോൾസ് എല്ലാം ഉണ്ട്. അതിന് ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളും ഉണ്ട്. ഇങ്ങനത്തെ കുറേ പാർക്സ് ഉണ്ട് കേട്ടോ ബാട്ടൂമിയില്. തന്നടാ അടിക്കവൻ, സാധാരണ കൊടുക്കാത്താണല്ലോ. ഒരേ നാളല്ലേ രണ്ടുപേരും? അതന്നെ, ഒരേ സ്വഭാവം. രണ്ടും മൂഷാട്ടയാ. മൂഷാട്ട. ബാട്ടൂമി ബൊളിവാർഡ് 1881 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി പണ്ടറിയാലോ റഷ്യയുടെ USSRന്റെ ഭാഗമായിരുന്നു. പുടിൻ ഇല്ലേ ഇപ്പോഴത്തെ പ്രസിഡന്റ്, പുടിൻ ഇവിടെ വന്ന്, ഇവിടെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് റഷ്യക്ക്. ഇവിടെ വന്ന് ഈ ഒരു ഏരിയ മാത്രം, ബാട്ടൂമിയുടെ ഈ സ്ക്വയർ മാത്രം കണ്ടിട്ട് ഈ ഭാഗം മാത്രം റഷ്യയുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞ ആളാ. ഈ ഒരു ഈ ഏരിയ മാത്രം. എനിക്ക് കുറച്ചും കൂടെ നീട്ടിക്കൊണ്ട് കാണുന്നുണ്ടായിരുന്നു, ചിരി വന്നുപോയി. ഈ ഏരിയ മാത്രം റഷ്യയുടെ ഭാഗം. ബസ്സിലൊക്കെ പിടിക്കുന്നു. ബാട്ടുമീടെ ഈ പാർക്ക് മാത്രം റഷ്യക്ക് വേണമെന്ന് മുട്ടിയും പറഞ്ഞു. എന്തൊരു ബുദ്ധിയാ മമ്മി പ്രിയക്ക്. ഓ കേട്ടാ, ഇനി വിശ്വസിക്കില്ല. പോവാം, എന്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് എന്നോട് പറയാണ്. റഷ്യയിലെ പ്രസിഡന്റ് ഇല്ലേ പുടിൻ, അയാള് ബാട്ടൂമിയുടെ ഈ ഒരു എന്തേലും പുട്ട്, അയാൾ ഈ ഭാഗം കണ്ടിട്ട് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അയാൾ പറഞ്ഞു ഈ ഒരു ഭാഗം മാത്രം റഷ്യയുടെ ആക്കണം. ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയാം, ഇത് മാതിരി നമുക്ക് റഷ്യയിൽ ചെയ്തെടുക്കണം എന്നായിരിക്കും പറയാൻ പോണേന്ന്. പിന്നെ ഈ ഒരു ഭാഗം മാത്രം റഷ്യക്ക് വേണമെന്ന് ഞാൻ ശരിപ്പോ ആയിരിക്കാം. യുക്രൈനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നല്ലോ, ആയിരിക്കാം. മതി മതി, ഇന്നത്തേക്കായി വാ. പ്രിയ ഇയാളെ അറിയോ? ഇനി അടുത്ത തള്ളാണോ? പുട്ടിന്റെ അമ്മാവനായിരിക്കും. അല്ലല്ല, ഇയാളാണ് ഇവിടുത്തെ ഗാർഡനർ. അറിയോ? ഞാൻ ഇത് വായിച്ചോളാം, എനിക്ക് വിശ്വാസമാവൂല. ഇവിടെ എഴുതി ഞാൻ വായിച്ചോളാം. മമ്മി പോകുന്നുണ്ട്. ആ ഇയാള് ഗാർഡനറാ. ഇയാളാണ് ഇവിടുത്തെ മൊത്തം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി അത് ഡെവലപ്പ് ആയി, പക്ഷെ ഇതിന്റെ ഫുൾ പ്ലാനിങ് ഇയാളൊരു ഫ്രഞ്ചുകാരനാ, മൈക്കിൾ ഡേ അൽഫോൺസ്. ആഹാ, അതെന്തിനാ വേദു കൊടുക്കുന്നത്? സാധാരണ ആർക്കും കൊടുക്കാത്തതാണല്ലോ. ഇപ്പൊ കണ്ട എല്ലാവർക്കും കൊടുക്കുന്നു. മതി കഴിച്ചത്, വയറ് ഫുള്ളായതുകൊണ്ടായിരിക്കും. എന്താ വാ, മനസ്സിലാതെ എത്ര വാക്ക് വേസ് ആണ്. ബീച്ചിന് അവിടെ 2 എണ്ണം അറിയാലോ. ബീച്ചിൽ പോകുന്നതിന് മുമ്പ് സൈഡിലും,
പിന്നെ ഫുട്പാത്ത്സ്. ഇവിടെ ജസ്റ്റ് വാക്കിങ്ങിന് വേണ്ടി മാത്രം തോന്നി ഗാർഡൻ. അവർക്ക് ഇതൊരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആക്കണം. സ്പെയിനും ഇത് കാണാൻ തന്നെ എന്തോരം ടൂറിസ്റ്റ് കാണാനല്ല പ്രിയ, ജസ്റ്റ് ടു എന്റർടൈൻ. നാച്ചുറൽ ബ്യൂട്ടി അല്ലല്ലോ ഇത്, എന്റർടൈൻമെന്റ് ആണ്. അതിനാണ് ഇവിടെ ഗാംബ്ലിംഗിന് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ഡാഡി പറഞ്ഞല്ല ഗാംബ്ലിംഗ് പഠിക്കണമായിരുന്നു കൊച്ചിയില്. എന്നിട്ട് ഗാംബ്ലിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലേ ഓരോ രാജ്യങ്ങളിൽ പോയി ഗാംബ്ലിംഗിൽ പങ്കെടുക്കായിരുന്നു. എന്നിട്ട് കംപ്ലീറ്റ് പൈസയും പോയി, എല്ലാം പോയനെ, പൈസ ഉണ്ടാക്കിയാനേ. പിന്നെ ഉള്ള പൈസ മൊത്തം പോയനെ. അതെ. ബാട്ടുമിയുടെ സ്ട്രീറ്റ്സ് ഒക്കെ ഈ ഒരു ഏരിയ ഒക്കെ അവർ ഓരോ സ്ക്വയേഴ്സ് പോലെ ചെയ്യുന്നോണ്ടാണ് കോബിൾ സ്റ്റോൺസ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂറോപ്യൻ സ്ക്വയർ എന്ന സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. റഷ്യൻ ലുക്ക് ഉണ്ടല്ലോ ആ ചോച്ച. ഉണ്ട് അല്ലേ, അങ്ങോട്ട് പോകുന്ന റൂട്ട്. നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് യൂറോപ്യൻ സ്ക്വയറിലേക്ക് പോവാം. നമ്മളെ കണ്ട മെക്ഡോണൾഡ്സ് ഒക്കെ എന്ത് രസമല്ലേ ഇരുന്ന് കഴിക്കാനൊക്കെ. ഇത്രയും ഭംഗിയുള്ള ഒരു മെക്ഡോണൾഡ്സ് ഉണ്ട് പോർച്ചുഗലിലും കണ്ട് നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിലുള്ള എന്റെ തമ്മിൽ അവിടെ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയായിരുന്നു. പ്രിയ മറ്റേ ഗ്രീക്ക് ഗോഡ് നെപ്റ്റ്യൂണ കണ്ട, നമ്മുടെ ജ്യൂസ് ഒക്കെ പോലെ ഉണ്ട്. തോറിന്റെ അച്ഛൻ അത് കേട്ടോ, ചെയ്തു തോറിന്റെ അപ്പ. അത് ഹാമർ ഇല്ലല്ലോ ഇതിന്റെ മറ്റേ അക്വാമാൻ പോലെ കണ്ട. ഇത് യൂറോപ്യൻ സ്ക്വയറാ. നമ്മൾ യൂറോപ്യൻ സ്ക്വയറിലേക്കാണ് പോകുന്നത്. ഇത് ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇത് ഏത് വർഷത്തെ ആയിരിക്കും? അല്ല, 2010-ലാണ് പണിതത്. അതേ പറഞ്ഞ ഇതെല്ലാം മോഡേൺ ആണ്, പക്ഷെ പഴയ രീതിയിൽ ചെയ്യുന്നതാണ് ഒരു ചാം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന്റെ മൂണിന്റെ ഒക്കെ പൊസിഷൻ അറിയാൻ പറ്റും. എന്താ തള്ളല്ല, ഇത് സത്യ. ഞാൻ എന്താ നിങ്ങൾ അത് പറയാത്തത് നോക്കാൻ വേണ്ടിയായിരുന്നു. സോ ഈ കാണുന്നത് ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ആണ്. സോ ഇതില് നമുക്ക് ടൈം മാത്രമല്ലാതെ സണ്ണ്, മൂണ്, സോഡിയാക് സൈൻ ഒക്കെ അറിയാനുള്ള ഒരു സംഭവമാണ്. എനിക്കിത് നോക്കാൻ അറിയില്ല, പക്ഷെ നമുക്ക് സണ്ണ് മൂണൊക്കെ എവിടെയാന്ന് അറിയാം. എന്താ ഓ എന്തൊരു ബുദ്ധിയാ നോക്ക്. നമ്പർ ഈ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന അത് കറക്റ്റാ. അതിൻ്റെ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെയാ നോക്കണ്ടേന്ന്. ഇത് സ്റ്റാച്യു ഓഫ് മദീദ എന്ന് പറയുന്ന ഒരു ഗോഡസ് ആണ്. സോ ഇറ്റ്സ് ഗ്രീക്ക് മിത്തോളജി ആണ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഷീപ്പാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ യൂറോപ്യൻ സ്ക്വയർ, മെയിൻ സ്ക്വയർ ഓഫ് ബാത്തുമി. സോ ഇതേ ക്രിസ്മസ് ട്രീ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് റെഡി ആവുന്നുണ്ട്. എല്ലാ കാസിനോ ആണ്, എല്ലാ 5-സ്റ്റാർ ഹോട്ടൽ, മാരിയറ്റ്, മറ്റേ റമഡ, അതുപോലെ തന്നെ ഹിൽട്ടൺ, എല്ലാ ഹോട്ടൽസിലും കാസിനോസ് ഉണ്ട് എവ്രിവെയർ. ആൻഡ് ഇത് എല്ലാ കഫേസും എല്ലാം സറൗണ്ട് ചെയ്യുന്ന ഈ ഒരു റീജിയനിലാണ് ബാട്ടുമിയുടെ യൂറോപ്യൻ സ്ക്വയറിൽ. മെക്ഡോണൾഡ്സ് ഒക്കെ നോക്കിക്ക്. ഇവിടെ വേറൊരു മെക്ഡോണൾഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള മെക്ഡോണൾഡ്സ് ബിൽഡിംഗ് ഇൻ ദ വേൾഡിൽ. അത് കുറച്ച് ദൂരമാണ്. അത് പോവാം. ഭയങ്കര യുണീക്ക് ബിൽഡിംഗ്. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഇത് സ്പേസ്ഷിപ്പ് ആണോ എന്ന് വിചാരിക്കും. അതുപോലത്തെ ഒരു മെക്ഡോണൾഡ്സാ. പക്ഷെ ഇത് നല്ല സ്ഥലമല്ലേ നോക്ക്. യൂറോപ്യൻ സ്ക്വയറിന്റെ നടുക്ക് ഒരു മെക്ഡോണൾഡ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് ബാക്കി പിന്നെ ഇവിടുന്ന് തന്നെ നടന്ന് ഓരോ സ്ഥലത്തേക്ക് പോവാം. ബാ, ഇവിടെ വേറൊരു കാര്യം ഉണ്ടറിയോ? ഒരു സ്റ്റാച്ചു ഉണ്ട്, അലി ആൻഡ് നീനോ എന്ന് പറഞ്ഞ സ്റ്റാച്ചു. അത് രാത്രിയാവും, രണ്ട് സെപ്പറേറ്റ് സ്റ്റാച്ചുവാ. രാത്രിയാകുമ്പോൾ അത് രണ്ടും കൂടെ കെട്ടിപ്പിടിക്കും. ഞാൻ വിശ്വസിക്കുന്നില്ല. ബെറ്റ് രണ്ടും അടുത്തടുത്താ. എന്താ ഡാഡി തള്ളുകയാണ്? ബെറ്റുണ്ടോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം. അതൊരു ലവ് സ്റ്റോറിയാ, ഇവരുടെ റോമിയോ ജൂലിയറ്റ് പോലെ. എത്ര മണിക്ക്? അത് എനിക്കൊന്ന് 7 o'clock കാണണം. ബെറ്റ് വെക്കാൻ ധൈര്യമില്ല കേട്ടോ, കാരണം ഏതാ തള്ളു ഏതാ ഒറിജിനലിന് പ്രിയക്ക് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല. അപ്പൊ സത്യമായിരിക്കും ചിലപ്പോ. വേദു വാ, മെക്ഡോണൾഡ്സ് തരാം. അതെ, ഈ മെക്ഡോണൾഡ്സിൽ പോയിട്ട് പ്രിയയുടെ മെയിൻ സംഭവം ബർഗറൊക്കെ വേഗം ചെറിയ ബർഗർ മതി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഡെസേർട്ടിന്റെ സമയം വരുമ്പോൾ ഉണ്ടല്ലോ,
ഈ നാട്ടിൽ കിട്ടില്ല, പക്ഷെ ഈ എബ്രോഡ് ട്രാവൽ ചെയ്യുമ്പോൾ ആപ്പിൾ പൈ നാട്ടിൽ കിട്ടാത്ത എന്താ അറിയില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. അത് പ്രിയക്ക് എബ്രോഡ് പോയി കഴിഞ്ഞാൽ എല്ലാ മീലിന്റെയും കൂടെ ഒരു ആപ്പിൾ പൈ വേണം. അത് മെക്ഡോണൽഡ്സ് സ്പെഷ്യൽ. അതെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ക്വയറിലേക്ക് പോവാം. എന്ത്? ഓ, കൊറേ ടോയ് കാറ്, ടോയ് ബൈക്ക് ഒക്കെ വെച്ചിരിക്കുന്നല്ലേ റോഡില്. അയ്യോ, എന്ത് ഡേഞ്ചറസാ ഇത്. കണ്ട, അവര് മെയിൻ സ്ട്രീറ്റ്സ് ഒക്കെ ആൾക്കാർക്ക് വേണ്ടി ബ്ലോക്ക് ചെയ്തിരിക്കുക. ഏറ്റവും പ്രിഫറൻസ് സിറ്റിസന്റെ ഹാപ്പിനെസ്. നല്ല ഭംഗി. ഇവിടെ വന്ന ആരായാലും ഹാപ്പിയോ അല്ലേ? ആ ക്ലൈമറ്റും അതെ, ആ ഭംഗിയും. അത് ഇത് ടിബ്ലിസിയുടെ അത്ര ഹാർഷോ അല്ലല്ലോ വെതർ. ഇതാരാ അടുത്ത ആള് അവിടെ ഇരിക്കുന്നത്? പോയറ്റോ ഗാർഡനറോ ആരെങ്കിലും ആയിരിക്കും. പോയറ്റോ അല്ലെങ്കിൽ പ്ലംബർ. ഈ ബാട്ടുമി വരുന്നവർ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്. ഐ മീൻ, ഞാൻ ട്രാവൽ ഫോറംസിലൊക്കെയാണ്, എപ്പോഴും കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ സേഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും. പക്ഷെ ആ ടൗണിൻ്റെ ബ്യൂട്ടി ഈ കൺസ്ട്രക്ഷൻ സാധനങ്ങൾ വരുമ്പോൾ ഭംഗി പോവുമല്ലോ. സോ അതൊരു വിഷയമാണ്. ഒരുവിധം മെയിൻ ഏരിയ ഒക്കെ കണ്ടിന്യൂസ് റിനോവേഷൻസും കൺസ്ട്രക്ഷൻസും നടന്നുകൊണ്ടിരിക്കുക. മൈ ഗോഡ്, ദിസ് പ്ലേസ് ഇസ് സോ ചാമിങ്. ഞാൻ വീണ്ടും ജോർജിയനെ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ടിബ്ലിസി വിട്ട് കഴിഞ്ഞാൽ മൊത്തം ഗ്രാമങ്ങളായിരിക്കും, അത്രയും കാണില്ല. പക്ഷെ ജോർജിയ ഹാസ് കണ്ടിന്യൂസ്ലി അമേസ് മീ. നമുക്ക് ഭയങ്കര ഡെവലപ്ഡ്, ഭയങ്കര എന്താ പറയുന്ന ഒരു മോഡേൺ രാജ്യത്തിൽ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ജോർജിയ ഇസ് നോട്ട് ദി ആൻസർ. ഉണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മോൾസും അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇറ്റ് ഇസ് വളരെ ഒരു പഴഞ്ചനായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ജോർജിയ തോന്നുന്നത്. ബാട്ടുമിയിൽ മാത്രം ഓബ്വിയസ്ലി ഇപ്പോൾ കുറേ കൺസ്ട്രക്ഷൻസ് അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഓവറോൾ ഇറ്റ് ഹാസ് എസ് ഓൾഡ് വേൾഡ് ചാം. മൊത്തം ജോർജിയ, മൊത്തം ഇൻക്ലൂഡിങ് ടിബ്ലിസി. ഇവിടെ വേറൊരു കാര്യം അവർ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കുറേ സ്ട്രീറ്റ് ആർട്സ് ഉണ്ട്. കുറേ സ്ട്രീറ്റ് ആർട്സ് ഉണ്ട്. അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. യോ ഡക്ക്, അത് യോ ഡക്ക് കണ്ട. യോ എന്ന് പറഞ്ഞാൽ വേദൂരെ പോലെ ചുമ്മാ സ്റ്റൈല് കാണിക്കുന്ന ഡക്ക്. അത് തന്നെ, അതാണ് യോ ഡക്ക്. കണ്ടാ ആ സ്ട്രീറ്റ് ആർട്ട്? അയാളെ തൂക്കിക്കൊന്നിട്ട് അയാളുടെ തല താന്ന് കിടക്കുന്നത്. എവിടെ തൂക്കിക്കൊന്നു? ആ കയറ് കിടക്കുന്നുണ്ട വെള്ള കണ്ട. അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അല്ലാതെ മറ്റേ എസിയുടെ അത് അറിയാതെ ഓസ് അവിടെ കിടക്കുന്നതല്ല കേട്ടാ. അല്ല, എസിയുടെ ഓസ ഇപ്പുറത്ത് നോക്ക്, ഇപ്പുറത്തും ഉണ്ടല്ലോ. വാ വാ, ഇന്റർപ്രിട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇല്ലേ, ആളെ ആ എസിയുടെ ഓസി തൂങ്ങിച്ചത്ത ആളാന്ന്. ഭയങ്കര ഭംഗിയല്ലേ. ഇവിടെ വേറൊരു സ്ട്രീറ്റ് ഉണ്ടെന്ന്. ആ സ്ട്രീറ്റില് പോയി കഴിഞ്ഞാൽ നമ്മൾ പോർച്ചുഗലില് നെപ്പോളിയിൽ പോയില്ലേ, അവിടെ തുണി ഉണക്കാൻ ഇട്ടിട്ടില്ലേ മേളില്, അതുപോലത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ലോണ്ടറി സ്ട്രീറ്റിന്റെ പേര്. ക്ലോക്ക് ടവറും ഒക്കെ അടുത്തത്. ഇവര് ബാട്ടുമി എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഓ, വെറുതെ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര കോടികളായിരിക്കും ഇവര് ചെലവാക്കുന്നത്. അത് അത്രയും ടൂറിസ്റ്റും വരുന്നില്ലേ അതുകൊണ്ട്. സത്യം. ഇത് അടുത്ത പ്യാസ, അടുത്ത സ്ക്വയർ ബാട്ടുമി പ്യാസ. മറ്റേത് എവിടെ? ഏത്? കിസ്സിംഗ്. അതിവിടെയല്ല, അത് രാത്രി 7 മണിക്ക്. അത് കിസ്സിങ്ങിന്റെ ഒരു ഇത് ബാട്ടുമി പ്യാസ അടുത്ത ഒരു സ്ക്വയർ ആണ്. ഇതിലും ഇതുപോലെ ഒരു സ്ക്വയർ വന്ന്, ഇത് മെഡ്രിഡിന്റെ ഒക്കെ ഒരു സ്ക്വയർ പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ലൈവ് TV, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഐസ്ക്രീം പാർലേഴ്സ്, ഒരു ഹോട്ടൽ, എവറിത്തിങ് ഇസ് ഹിയർ. യുക്രൈൻ്റെ ഒരു ആ, കുറച്ച് യുക്രൈൻ്റെ ഒരു ലുക്ക് ഉണ്ട്. ഓ, ക്ലോക്ക് ടവറാ, അടിപൊളി. വേദു ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞു തരണം കേട്ടാ. ഇത് നമ്മുടെ റഷ്യയിലെ പാലസിന് മുമ്പിൽ നമ്മൾ ഇടാൻ പോയില്ലേ, റഷ്യയിലെ കോയിന്, അതുപോലത്തെ. അതല്ല, ഇത് കൊച്ചിയിൽ നമ്മുടെ വീട്ടിലുണ്ടെന്ന്. ആ കളർ ടൈലില്ലേ, അതാ. അവൻ പറയും നമ്മുടെ ബാൽക്കണി ഫ്രണ്ടില്, സിറ്റ് ഔട്ടില്. കറക്റ്റാ. ഡാഡി മമ്മി, ഞങ്ങളിപ്പോ കറങ്ങിയ പോലെ കറങ്ങാൻ പോവാന്ന് ഡാഡി മമ്മി. ആ, ബെസ്റ്റ്. കറങ്ങും അവര്. നിങ്ങക്ക് മാത്രല്ലോ, ഞങ്ങൾക്ക് അത് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തൂണായിട്ട് നടുക്ക് നിക്കാന്ന്, മമ്മി എന്റെ ചുറ്റും. ഞാൻ ഇവിടെ നിക്കാം.
ഞാൻ ചിരിയുടെ മാതിരി തന്നെ നിങ്ങൾ തിരിഞ്ഞോണ്ടിരിക്കും. എങ്ങനെയാ ആരും ഒരു ട്രയൽ നോക്കട്ടെ എന്നിട്ട് തിരിയ ഡാഡി എന്തിനാ കൈ വെക്കുന്നത്? ഏരിയ ആക്ച്വലി ഇതിന്റെ ഒക്കെ പേര് ബാത്തുമി ഓൾഡ് ടൗൺ ആണ്. സോ എല്ലാം ബീച്ച് ബോളേവാർഡും ഓൾഡ് ടൗൺ ഒക്കെ ഇറ്റ്സ് വെരി നിയർ ബൈ. സോ വെരി ഈസി ടു എക്സ്പ്ലോർ ഓൺ ഫുട്ട് തന്നെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണേ. ബ്യൂട്ടിഫുൾ ബാത്തുമി ഓൾഡ് ടൗൺ എസ്പെഷ്യലി. നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഗോത്തിക് സ്റ്റൈൽ ചേർച്ചിൽ പോയിട്ടില്ല. ഇത് മദർ മേരിയുടെ ചേർച്ചാണ്. 100 ഇയേഴ്സിന് മുകളിലായിട്ടുള്ള ഓൾഡാണ്. ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തിയതിന് നമ്മളൊരു മെഴുതിരെങ്കിലും കത്തിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. സോ ലെറ്റ്സ് ഗോ സീ ദിസ് ബ്യൂട്ടിഫുൾ ചേർച്ച്. ജോർജിയയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുപോലെ ഈ റെഡ് തന്നെയായിരിക്കും ബോർഡ് കേട്ടോ. ബേക്കറി ഈ അമ്മൂമ്മമാരും അങ്ങനത്തെ ഈ ലേഡീസ് ഒക്കെ കൂടെ വിൽക്കുന്ന ഒരു സംഭവമായിരിക്കും മൊണാസ്ട്രി ബ്രെഡ്. സോ ഇങ്ങനത്തെ ഒരു ബ്രെഡ് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹോൾസം ആയിരിക്കും. ഹോട്ട് ഡോഗ് ഉണ്ട്. പൊട്ടറ്റോ ബ്രെഡ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു ഹോട്ട് ഡോഗ് തന്നെ വാങ്ങാം. ഇങ്ങനത്തെ സംഭവം ഇത് വെറും ചീസ് ബ്രെഡാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോൾട്ടിനെസ് കുറവുള്ള ഫുഡ് ജോർജിയൻ ഫുഡിലും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ബ്രെഡ്സ് മാത്രമേ ഉള്ളൂ. സംഭവം സോഫ്റ്റ് ഡോ, സോഫ്റ്റ് ചീസ്, ഫ്രഷ്ലി ബേക്ക്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓൾഡ് ടൗണിൽ 2 എണ്ണമാണ്. ഒന്ന് വെർജിൻ മേരിയുടെ കത്തീഡ്രലും ഒന്ന് സെയിൻറ്റ് നിക്കോളാസിൻ്റെ കത്തീഡ്രലും. ഈ സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പാനിയാണോ? ഈ 2 ഓൾഡ് കത്തീഡ്രൽസും നമുക്ക് ഈ ഓൾഡ് ടൗണിൽ ബാത്തുമിയിൽ കറങ്ങുമ്പോൾ വി ക്യാൻ വിസിറ്റ് ചെയ്യാം. പക്ഷേ ബാക്കിലൊക്കെ മോഡേൺ ബിൽഡിങ്സ് ആണ് അങ്ങോട്ട് വരുന്നത്. ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോപ്പർലി വെൽ മെയിൻറ്റൈൻഡ് ഓൾഡ് ടൗൺ ആണ്. നമ്മൾ ഏറ്റവും ശരിക്കും ജോർജിയയിൽ മിസ്സായത് ഇതാ. ഇങ്ങനെ കുറേ നല്ല വൈൻ ഷോപ്സ് ഉണ്ട്. ചീപ്പാണ്, എക്സ്ട്രീംലി ചീപ്പ്. പെർ ഗ്ലാസ് സെർവ് ചെയ്യും. ആൻഡ് ഏതോ കുറേ കുപ്പികൾ എൻ്റെ അകത്തൊക്കെ വൈൻ കാണും ചിലപ്പോൾ. അതും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു വൈനും ഒരു കുറച്ച് പീനട്സ് ഒക്കെ കഴിച്ച് ഇതൊക്കെയാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്. ഹോട്ട് ചോക്ലേറ്റ് ആവുമ്പോൾ അപ്പുറത്തെ കടയിൽ പോകണം. ഇരുന്നോ? ഡാഡി നോക്കുന്നുണ്ട് ആപ്പിൾ ജ്യൂസ്. ഈവനിങ് ആകുമ്പോഴേക്കുമാണ് ശരിക്കും ഭംഗിയായിട്ടാ. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് സീസണിന് കൂടി ആയിരിക്കും. ഒരുപാട് കഫേസ് ഉണ്ട്. ഞങ്ങള് മറ്റേ സ്റ്റാച്ചു കാണാൻ പോവാ. മറ്റേ അലി ആൻഡ് നീനോനെ. ബാ പ്രിയ. കൊക്കോ ഒന്ന് കേറിയിട്ട് പിന്നെ പോയാലോ നീനോനെ അലീനെ കാണാൻ. ഓ ഇവിടെയാണോ? ഇതിന്റെ തൊട്ടടുത്താ. അപ്പൊ അത് സമയമായിട്ടില്ല. വേണമെങ്കിൽ 1 അരമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോവാം. നല്ല രസമുണ്ട് കേട്ടോ എന്റെ അകമൊക്കെ കാണാൻ. എന്നിട്ട് ഡാഡി വിളിച്ചുകൊണ്ടിരിക്കുക കിസ്സിങ് സീൻ കാണാൻ. ഇപ്പൊ എല്ലാരും ഇതിനെ തള്ളുന്നില്ലെന്ന് വിളിക്കും കേട്ടാ. അപ്പൊ അവിടെ ഇപ്പൊ സ്റ്റാച്ചു കിസ് ചെയ്യോ ഇല്ലയോ? മാറി നിൽക്കുന്ന 2 സ്റ്റാച്ചു കിസ് ചെയ്യോ ഇല്ലയോ? മാറി നിൽക്കുന്ന 2 സ്റ്റാച്ചു എങ്ങനെ കിസ് ചെയ്യും? എനിക്കതൊന്നും അറിയണം. അതിൽ തന്നെ ആൻസർ ആണോ? അതൊക്കെ വരും. കിസ് ചെയ്യും. രണ്ടും ട്രോളിയിലായിരിക്കും മോളെ. ആ ടൈമില് ഇപ്പൊ ഒരു 4 മണി അല്ലെങ്കിൽ 8 മണിയാകുമ്പോ അവിടെ ബെല്ലടിക്കുന്നുണ്ടില്ല. ഞാൻ പറയട്ടെ 2 പേര് ചിലപ്പോ വേഷം കെട്ടി നിക്കുന്നതായിരിക്കും. എന്നാ ബാപ്പുവ ആ സമയത്ത് അപ്പൊ അതിൽ എല്ലാരും ഓഡിയൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും. ഈ ഏരിയ ഒക്കെ തന്നെ ഫുൾ ലിറ്റപ്പാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ കൂടുതൽ ലിറ്റപ്പാണ്. ആ ഏരിയക്ക് രാത്രി ഹോട്ടലിനടുത്ത് എത്തുമ്പോഴേക്കും കാണിച്ചു തരാം. ഇത് നമ്മള് കളർഫുൾ ആണ്. ബാത്തുമി ഈസ് കളർഫുൾ. ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാത്തുമി ഈസ് കളർഫുൾ. ഈ കാണുന്നത് ഇവിടുത്തെ ഫിഷിംഗ് റാഫ് ആണ്. സോ എനിക്കൊന്ന് ഫിഷിംഗ് ബോട്ട്സും യോട്ട്സ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് നമ്മുടെ താരങ്ങൾ നീനോ ആൻഡ് അലി നിൽക്കുന്നുണ്ട് അവിടെ. അവർ കിസ് ചെയ്യോ ഇല്ലയോ എന്നാണ്. ഏതേ കിസ് ചെയ്യാൻ പോവുകയാണ് അവർ. നോക്കിക്കോ, ഇതാണ് നമ്മുടെ സ്റ്റാച്യു അലി ആൻഡ് നീനോ. ഇവരെനിക്ക് തോന്നുന്നു ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റ് ടൈപ്പ് ഓഫ് ലവ് സ്റ്റോറിയാണ്. ഒരാൾ ഐ തിങ്ക് അസർബൈജാൻ, അർമേനിയ, ഒരാൾ ജോർജിയ. ആൻഡ് അങ്ങനെ അവർ വന്ന് കൂട്ടിമുട്ടുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ റോമിയോ ആൻഡ് ജൂലിയറ്റ്.
ഇവർക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. സോ ഐ തിങ്ക് സോ ഈ 2 സ്റ്റാച്യൂസ് മാറി നിൽക്കും ആൻഡ് വെൻ ദേ ഫോൾ ഇൻ ലവ് ദേ കിസ്. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇപ്പം മാറി നിൽക്കുന്നതാണ്. അനങ്ങി വരുന്നുണ്ട്, ഫേസ് ടു ഫേസ് ആയി. പയ്യാണ് എല്ലാം. പയ്യെ പോയാലല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ നടക്കുള്ളൂ. നോ ഷോർട്ട് കട്ട്സ്. ദേ നാളം. എന്താ അതെ ഇപ്പൊ വരും. തൊടുവോ? തൊട്ട്. ഓ അത് കൊള്ളാലോ. ഓ വാ കൊള്ളാം കേട്ടോ. പ്രോപ്പർ സ്മൂച്ചിങ്. ആക്ച്വലി ഒന്നായ ഒരു പോലെയാണ് അവർ ചെയ്യുന്നത്. ഓ എന്താ ഗോസ്റ്റ് പോലെയല്ല, അത് രണ്ടുപേരും കൂടെ ഒന്നാവും കേട്ടാ. അത് ആക്ച്വലി നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ. ഓ രണ്ടുപേരും വണ്ണായി പെയ്തു കണ്ടാ. അവനപ്പുറത്ത് പോവാ നോക്കാൻ. അപ്പുറത്തൊന്നും വന്നില്ല കണ്ടല്ല. അതെ പിന്നെ ഒന്നിച്ചായത് കണ്ടു. ആദ്യമേ കിസ് ചെയ്യും, പിന്നെ ഒന്നാവും, പിന്നെ 2ആയി മാറും. ഇനി അടുത്ത 1 മണിക്കൂർ കഴിയണം അല്ലേ? അല്ല ഇപ്പൊ പെട്ടെന്ന് ആവുന്നുണ്ട്. ഒന്നും കൂടെ ഡാഡിക്ക് ഒരു എന്തിനാ നല്ല വ്യൂവർഷിപ്പ് കിട്ടുമോ? ലവ് സ്റ്റോറിയാണ്. സോ 2 നീനോന്റെയും അലിയുടെയും. എനിക്കൊന്ന് ഒരാള് അസർബൈജാനിന്നും ഒരാള് അല്ല ഇവിടുന്ന ജോർജിയ. സോ മുസ്ലിം ക്രിസ്ത്യൻ പിന്നെ അന്നത്തെ കാലത്തുള്ള സ്ട്രഗിള് അങ്ങനത്തെ ഒക്കെ. അതൊരു ഫോക്ക് ഫെയർ ആണോ റിയൽ ആണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെ ഒരു ഇറ്റേണൽ ലവ് സ്റ്റോറിയാ. യാ എന്തായി അച്ഛനും മോളും അടുത്ത് പോയി നിന്ന് കണ്ടാ? ഓ ഡാഡിക്ക് ഇനി തിരിയുന്നത് കാണണമെന്ന്. ഇത് ടൈം ലാപ്സിൽ എടുത്തല്ലേ? ഞാൻ കറക്റ്റ് വീഡിയോ എടുത്തു. എന്തായി സമ്മതിച്ചല്ലേ ഇപ്പൊ? തള്ളുതില്ലല്ലാന്ന് കണ്ടോ ഡാഡി? കണ്ടല്ലോ. എന്നാ ബാ. അല്ല ഇത് കാണുമ്പോ ഇവിടെ കാണുന്നവര് ഇവര് നമ്മൾ പരസ്പരം കൃഷി ചെയ്യണം. രസം നോക്ക്. ഡാൻസിങ് ഫൗണ്ടൻ, മ്യൂസിക്കും ഡാൻസിങ്. ഇതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഇവിടെ. നമ്മുടെ ദുബായിലൊക്കെ ഉള്ള പോലെ. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ആ. ബീച്ചിലാണിത്, അതാലോചിക്കണം, ഒരു മോളിലല്ല. വാവ്. ഇതൊക്കെ കണ്ട റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എനിക്ക് പ്രാഗിന്റെ ഒക്കെ ഓർമ്മയാണ് വരുന്നത് മൊത്തം. ഇത് ലൈറ്റ്സ് നോക്ക്. ഓ നോക്ക് ഗൈസ്, ബാറ്റൂമിയുടെ ലൈറ്റ്സ് ഇത് കണ്ട. മൊത്തം സിറ്റി ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് അപ്പ് ആണ്. ടു ബ്യൂട്ടിഫുൾ. ഇതിനി ക്രിസ്മസിന്റെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലായിടത്തും ലൈറ്റ്സ്. നമ്മൾ ദോഹയിലൊക്കെ ഒരു ഏരിയ കണ്ടായിരുന്നു, അതിന്റെ ഒരു 3 times 4 times ആണ് ഇവിടെ ലൈറ്റ് അപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം ഏരിയ. അതെടുത്താ വേദു, നമുക്കത് കൊണ്ടുപോവാം, കഴുത്തിലിട്ട് കൊണ്ടുപോവാം. അത് വേണം എന്തായാലും. അത് വേണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചെടുത്ത് വെച്ചോ. ഓ നോക്കട്ടെ. നമ്മള് ഫൈനലി നല്ല റൈസ് കിട്ടിയിട്ടുണ്ട്. അത് ബ്രേക്ക് ഇഷ്ടപ്പെടും. മിക്കവാറും നമ്മുടെ ഒരു കാശ്മീരി പുലാവ് പോലെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാൾനട്ട് ചിക്കൻ കറി, കുറച്ച് സാലഡ്, ഒരു ചീസ് റോള്. ഇതെന്തോ വെജിറ്റബിൾ അവിയലിൻ്റെ ഒക്കെ ഒരു സംഭവം പോലെയാണെന്ന് തോന്നുന്നു. തോരൻ, ക്യാബേജ് തോരൻ പോലെ ഉണ്ട്. പിന്നെ മുട്ട. എല്ലാം ഒരു ഹോൾസം മീല്. സൂപ്പർ മാർക്കറ്റിലെ ഫുഡ് നല്ല ടേസ്റ്റുമാണ്. വാൾനട്ട് ആൻഡ് ചിക്കൻ കറി. ഹാപ്പി ആയാ? അവസാനം അല്ലേ ഉപ്പൊന്നും ഇല്ലാത്ത ഫുഡ് കിട്ടി. അതും അരി നല്ല ഭക്ഷണം. എനിക്ക് കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ഞാൻ പ്രിയക്ക് വേണ്ടി മാത്രം ഒരു ഡെസേർട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് 3 എടുത്തോണ്ട് വന്നിരിക്കുന്നു. 3 ആർക്ക് വേണ്ടി എടുത്തതാ? പിന്നെ മൊത്തം തന്നെ കഴിക്കാനായിട്ട്. അത് ഈ ചോറാണെങ്കിൽ കുഴഞ്ഞു ഇരിക്കുന്നു, ഭയങ്കര മധുരം. 2 പേർക്കും ഇഷ്ടമുള്ള, ഡാഡിക്കും ബ്രേക്കും ഇഷ്ടം. ഫുൾ കിസ്മിസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. ആര് പറഞ്ഞു? അകത്ത് ക്രീമായിരിക്കും, വനില ക്രീമായിരിക്കും. നോക്കിക്കോ, അന്ന് കഴിച്ചതുപോലെ. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഇത് ആക്ച്വലി ഒരു Airbnb ആണ്, RB സിറ്റി എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ ഗ്രൂപ്പാണ്. ഇതാണ് ഡാഡി പറഞ്ഞത്. നമുക്ക് ഒരുപാട് ഫ്ലോർസ് ഉണ്ട്. ഒരു ഫ്ലോറിൽ 71 അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന്. അതായത് ഞങ്ങളുടെ റൂം ഒന്ന് കാണിച്ചു തരാം. കുറച്ച് അലങ്കോലം കിടക്കുവാണ്.
ഇതുണ്ട് മൈക്രോവേവ് കിച്ചണറ്റ് എല്ലാം ഉണ്ട്. മെയിൻ ഏരിയയിലാണ്, സിറ്റി ഏരിയയിലാണ്. ഒരു ബെഡ്റൂം, ഒരു എക്സ്ട്രാ ബെഡ് പോലത്തെ ഒരു സംഭവം, വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട് ബാത്റൂമിൽ. ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ട, രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടെന്ന് തന്നെ ജോർജിയയിൽ ഒട്ടും പ്രതീക്ഷയില്ല. നല്ല വ്യൂ ആണ്. നമുക്ക് ബീച്ച് സൈഡും വ്യൂ ഉണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ബാട്ടൂമി. ഒരു അടിപൊളി സ്ഥലമാണ്. ടൂറിസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു കൻ എൻജോയ്. പക്ഷേ ഇറ്റ് ഇസ് ജസ്റ്റ് എ സിറ്റി മെയ്ഡ് ഫോർ ടൂറിസ്റ്റ്. സോ എല്ലാം ടൂറിസ്റ്റ് പ്രൈസസ് ആണ്, ടൂറിസ്റ്റ് കാര്യങ്ങളാണ്. ഒന്നും ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒന്നും ഇവിടെ ഇല്ല. ഇവിടുന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഹൈക്കിങ്ങും അങ്ങനത്തെ ഉണ്ട്. ഇവിടെ ഡോൾഫിനേറിയം, മറ്റേ സൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് നാളെ പോയി ചെയ്യണം. സോ ദിസ് ഇസ് ബാറ്റൂമി, വൺ ഓഫ് ദ ഗോയിങ് ടു ബി എ ഫ്യൂച്ചർ ലോസ് വേഗസ് എന്നൊക്കെ ഇവർ ആൾക്കാർ പറയുന്നുണ്ട്. മേ ബി നോട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാട്ടൂമി. തോന്നുന്നു ആ ഒരു സമ്മർ ടൈം നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സമ്മർ ടൈം ഇവിടെ ക്രേസി ആയിരിക്കും. എന്തായാലും നാളെ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.